മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, കേന്ദ്ര ബജറ്റിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. അംബാനിക്കും അദാനിക്കും മാത്രമാണ് ബജറ്റിൽ നേട്ടമുണ്ടായത്. അഗ്നിവീറുകളുടെ പെൻഷനായി സർക്കാർ പണം മാറ്റിവെച്ചില്ല. രാജ്യം ചക്രവ്യൂഹത്തിൽപ്പെട്ട അവസ്ഥയിലാണെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. സഭയിൽ ബഹളം. സ്പീക്കറും രാഹുലും തമ്മിൽ വാക്തർക്കമുണ്ടായി. ബഡ്ജറ്റ് ചർച്ചയിൽ പങ്കെടുത്ത പ്രതിപക്ഷ നേതാവിന്റെ വിമർശനങ്ങൾ ഏതാണ്ടെല്ലാം ട്രഷറി ബെഞ്ചിനെ പ്രകോപിപ്പിക്കുന്നതായിരുന്നു. നരേന്ദ്രമോദി, അമിത്ഷാ, അജിത് ഡോവൽ, മോഹൻ ഭാഗവത് തുടങ്ങിയവർ സൃഷ്ടിച്ച ചക്രവ്യൂഹത്തിലാണ് രാജ്യം. A1, A2 എന്നിങ്ങനെ അംബാനിയെയും അദാനിയെയും സൂചിപ്പിച്ച് അവർക്ക് വേണ്ടിയാണ് ഈ സർക്കാർ നയങ്ങളെന്ന് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. सर, इनके पास हिंदुस्तान के धन की मोनोपोली है, तो सर मैं समझ नहीं पा रहा हूं इनके बारे में मैं इंडिकेट कैसे करूं. इनके बारे में बोलना तो पड़ेगा सर. स्पीकर सर, मैं समझता हूं मंत्री जी को अदानी जी और A1 एंड A2 की रक्षा करनी है, मैं समझता हूं. नो प्रॉब्लम. वो सर ऊपर से ऑर्डर आया है सर ऊपर से ऑर्डर आया है सर. मैं समझता हूं, मैं इस पर कोई टिप्पणी नहीं करूंगा. രാജ്യത്ത് ഭയത്തിന്റെ അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത്. നികുതി ഭീകരവാദം രാജ്യത്ത് സാധാരണ ജനങ്ങളുടെ ജീവിതം വഴിമുട്ടിക്കുന്നു. തൊഴിലില്ലാത്തവർക്കായി ബഡ്ജറ്റ് ഒരാശയവും മുന്നോട്ട് വെച്ചില്ല. കോർപ്പറേറ്റുകൾക്ക് നൽകിയ ഇളവുകൾ കൊണ്ട് രാജ്യത്ത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. ധനമന്ത്രിക്കൊപ്പം ഉദ്യോഗസ്ഥർ ബജറ്റിന്റെ ഹൽവ പാചകം ചെയ്യൽ ചടങ്ങിൽ പങ്കെടുത്ത ചിത്രം സഭയിൽ ഉയർത്തിക്കാട്ടാനുള്ള രാഹുൽ ഗാന്ധിയുടെ ശ്രമം സ്പീക്കറുമായുള്ള വാഗ്വാദത്തിൽ കലാശിച്ചു. आपने टीवी ऑफ कर दिया सर? नो टीवी कोई ऑफ नहीं है. वो देखिए सर, ऑफ हो गया. मेरा फोटो दिखा, कोई नहीं ऑफ था सर. ऑफ है सर. नो सर दिखाइए सर. तो मेरी ये अपेक्षा रहती है कि सर ये देखिए सर, बंद होगी. आप सदन की मर्यादा को रखें. सर जब भी मैं उसको हटाना चाहता हूं मुझे ये करना है सर. वो देखो आगे. പാർലമെന്റിൽ ഇന്നു മുതൽ മാധ്യമങ്ങൾക്ക് കൊണ്ടുവന്ന പുതിയ നിയന്ത്രണങ്ങൾ സംബന്ധിച്ചും രാഹുൽ ഗാന്ധി പ്രസംഗത്തിനിടെ സൂചിപ്പിച്ചു. ബഡ്ജറ്റ് ചർച്ചകൾ ഉപസംഹരിച്ച് നാളെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ മറുപടി പറയും. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി.